നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ആയുർവേദത്തിലെ ത്രിദോഷ സിദ്ധാന്തങ്ങളെക്കുറിച്ചായിരുന്നു മനസ്സിലാക്കിയത്. ത്രിദോഷ സിദ്ധാന്തങ്ങളെ ബേസ് ചെയ്ത് ഒരു വ്യക്തിയെ എങ്ങനെ തിരിച്ചറിയാം, അയാൾ ഏത് പ്രകൃതക്കാരനാണ്, അയാളുടെ സ്വഭാവ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, ശരീരത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അതുപോലെ അയാൾക്ക് ഭാവിയിൽ വരാൻ സാധ്യതയുള്ള രോഗങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെ തുടങ്ങിയ പ്രധാനപ്പെട്ട വിവരങ്ങൾ. അതിൽ പിത്തപ്രകൃതക്കാരനായ വ്യക്തി എങ്ങനെയാണ്, അതുപോലെ വാദപ്രകൃതക്കാരനായ വ്യക്തി എങ്ങനെയാണ്, അതിനെക്കുറിച്ച് നമ്മൾ ഓൾറെഡി 2 വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങളിൽ പല ആളുകൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും. കാണാത്ത ആളുകൾക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ഞാൻ എൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്കത് കാണാവുന്നതാണ്. ഇന്നത്തെ വീഡിയോ നമ്മൾ പൂർണ്ണമായിട്ട് കഫപ്രകൃതക്കാരനായ വ്യക്തിയെ എങ്ങനെ തിരിച്ചറിയാം, അയാളുടെ സ്വഭാവ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, അയാൾക്ക് വരാൻ പോകുന്ന രോഗങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെ തുടങ്ങിയ പ്രധാനപ്പെട്ട വിവരങ്ങൾ. ആദ്യമായിട്ട് ഒരു കഫപ്രകൃതക്കാരനായ വ്യക്തിയെ എങ്ങനെ ഒറ്റ നോട്ടത്തിൽ നമുക്ക് തിരിച്ചറിയാം എന്നുള്ളതാണ്. അയാൾ വെളുത്ത വണ്ണമുള്ള ശരീരമായിരിക്കും. അതുപോലെ തന്നെ മുഖത്ത് പൊതുവെ എണ്ണമയം കൂടുതലായിരിക്കും ഈ കഫപ്രകൃതക്കാരായ ആളുകൾക്ക്. പ്രത്യേകിച്ച് നെറ്റിത്തടത്തിൽ, അതുപോലെ തന്നെ മൂക്കിൻ്റെ അറ്റത്ത്, അതുപോലെ ഇരു കവിളുകളിലൊക്കെ കൂടുതലായിട്ടും എണ്ണമയം കാണാറുണ്ട് പൊതുവെ ഈ കഫപ്രകൃതക്കാരായ ആളുകൾക്ക്. അതുപോലെ തന്നെ ഇവരെ സംബന്ധിച്ച് ദേഷ്യം വളരെ കുറവുള്ള ആളുകളായിരിക്കും. പെട്ടെന്നൊന്നും ദേഷ്യം വരാത്ത പ്രകൃതം. എന്നാൽ കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാക്കി, പിത്തപ്രകൃതക്കാരനായ ഒരു വ്യക്തിയെ നോക്കുമ്പോൾ അയാൾ പെട്ടെന്ന് ദേഷ്യപ്പെടുകയും പെട്ടെന്ന് തന്നെ ശാന്തനാകുകയും ചെയ്യുന്നൊരു സ്വഭാവമാണ്. എന്നാൽ അതിനെ നമ്മൾ ബേസ് ചെയ്ത് ഈ കഫക്കാരനെ മനസ്സിലാക്കി കഴിയുമ്പോഴത്തേക്ക് കഫപ്രകൃതക്കാരൻ ഒരിക്കലും പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളല്ല. പക്ഷേ ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഇവരെ പിടിച്ചാൽ കിട്ടാത്ത ഒരാളായിരിക്കും. അതുപോലെ തന്നെ ഒന്നിനും പെട്ടെന്ന് പ്രതികരിക്കാത്ത ആളുകളും. അതുപോലെ തന്നെ ആരോടെങ്കിലും ഒരു വൈരാഗ്യം തോന്നിക്കഴിഞ്ഞാൽ ഈ പൊതുവെ ഈ കഫപ്രകൃതക്കാരായ ആളുകൾ അത് മനസ്സിൽ വെച്ച് ഏറെക്കാലം കൊണ്ടു നടന്ന് അതിന് പകരം വീട്ടുന്ന ഒരു പ്രകൃതമുള്ള ആളുകളാണ് ഈ കഫപ്രകൃതക്കാരായ ആളുകൾ. അതുപോലെ തന്നെ കൂടുതൽ മനസ്സിൽ സ്നേഹമുള്ള ആളുകളായിരിക്കും ഈ കഫപ്രകൃതക്കാരായ ആളുകൾ. എന്നാൽ അത് കൂടുതലും പ്രകടിപ്പിക്കാൻ കഴിയാത്ത, മനസ്സിൽ തന്നെ ഒതുക്കി വെക്കുന്ന ഒരു പ്രകൃതമാണ് ഈ കഫപ്രകൃതക്കാരായ ആളുകൾ. അതുപോലെ തന്നെ ഇവർ സ്വന്തം കാര്യം നോക്കാതെ, മീൻസ് സ്വന്തത്തോട് വലിയ താല്പര്യമില്ലാതെ കൂടുതലും കുടുംബത്തെ ഫോക്കസ് ചെയ്യുന്ന ഒരു ആളുകളായിരിക്കും ഇവർ. കുടുംബത്തിന് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇവർ കൂടുതൽ വറിയാകുന്ന ആളുകളാണ്. പ്രത്യേകിച്ച് ഒരു അസുഖം വന്നാൽ തന്നെ ഇവർക്ക് സ്വന്തമായിട്ട് ഒരു അസുഖം വന്നാൽ ഇവരതിനെ മൈൻഡ് ചെയ്യാറില്ല. പക്ഷേ ഈ കഫപ്രകൃതക്കാരായ ആളുകളുടെ കുടുംബത്തിന്, ഭാര്യയ്ക്കോ മക്കൾക്കോ ആർക്കെങ്കിലും എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ ഇവർ കൂടുതലും അതിൽ ശ്രദ്ധിക്കുന്ന, അല്ലെങ്കിൽ അതിൽ ഫോക്കസ് ചെയ്യുന്ന, അതിനെക്കുറിച്ച് കൂടുതൽ ടെൻഷൻ അടിക്കുന്ന ആളുകളാണ് ഈ കഫപ്രകൃതക്കാരായ ആളുകൾ. അതുപോലെ തന്നെ ഇവരുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവർ കൂടുതൽ സമ്പത്തുള്ള ആളുകളായിരിക്കും. പ്രത്യേകിച്ച് ബിസിനസ് സംബന്ധമായ ഇത് കൂടുതൽ സക്സസ് ആകുകയൊക്കെ ചെയ്യുന്ന ആളുകളാണ് ഈ കഫപ്രകൃതക്കാരായ ആളുകൾ. അതുപോലെ തന്നെ ഇവരുടെ മറ്റൊരു പ്രത്യേകതയാണ് കൂടുതൽ പിശുക്കൻ സ്വഭാവമുള്ള ആളുകളായിരിക്കും ഈ കഫപ്രകൃതക്കാരായ ആളുകൾ. കൈ അയച്ച് ആർക്കെങ്കിലും കൊടുക്കുന്ന കാര്യത്തിൽ വളരെ ബുദ്ധിമുട്ടുള്ള ആളുകളാണ്. എന്നാൽ നമ്മൾ കഴിഞ്ഞ ദിവസം മനസ്സിലാക്കി, ഈ പിത്തപ്രകൃതക്കാരായ ആളുകൾ അങ്ങനെയല്ല. അവർ മറ്റുള്ളവരെ സഹായിക്കാൻ എപ്പോഴും താല്പര്യമുള്ള ആളുകളായിരിക്കും. എന്നാൽ ഈ കഫപ്രകൃതക്കാർ അങ്ങനെയല്ല കേട്ടോ. അവരുടെ അല്പം പിശുക്കുള്ള ആളുകളായിരിക്കും ഈ കഫപ്രകൃതക്കാരായ ആളുകൾ. അതുപോലെ തന്നെ ഈ കഫപ്രകൃതക്കാരായ ആളുകളുടെ മറ്റൊരു പ്രത്യേകതയാണ് ഇവർക്ക് പൊതുവെ സുഹൃത്തുക്കൾ കുറവായിരിക്കും. അതുപോലെ തന്നെ ആരെന്ത് പറഞ്ഞാലും അംഗീകരിക്കാത്ത ഒരു പ്രകൃതമുള്ള ആളുകളാണ്, അല്ലെങ്കിൽ ആരെയും ഒന്ന് മൈൻഡ് ചെയ്യാത്ത ഒരു പ്രകൃതമുള്ള ആളുകളായിരിക്കും ഈ കഫപ്രകൃതക്കാരായ ആളുകൾ. അതുപോലെ തന്നെ ഇവരുടെ മറ്റൊരു പ്രത്യേകതയാണ് ഇവർ കൂടുതലും സ്ത്രീ കാര്യങ്ങളിൽ, അതുപോലെ സ്ത്രീ തൽപരരായിരിക്കും. പ്രത്യേകിച്ച് ലൈംഗിക താല്പര്യം കൂടുതലുള്ള ആളുകളായിരിക്കും ഈ കഫപ്രകൃതക്കാരായ ആളുകൾ. പൊതുവെ മടിയന്മാരായിരിക്കും. ഇവരെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം, ഒരു പ്രോജക്റ്റ് ഏൽപ്പിച്ചാൽ തന്നെ ഇപ്പോൾ നമ്മൾ പ്രോജക്റ്റിന് ഒരു 10 ദിവസത്തെ ക്യാപ്പ് കൊടുക്കുകയാണെങ്കിൽ ഇവർ ആ 8 ദിവസവും ഒന്നും ചെയ്യാതെ ഇവർ 9ാമത്തെ ദിവസം ഓടി വന്ന് ആ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യുന്ന പ്രകൃതമുള്ള ആളുകൾ. അതാണ് പൊതുവെ ഇവർ മടിയൻ സ്വഭാവമുള്ള ആളുകളാണ് ഈ കഫപ്രകൃതക്കാരായ ആളുകൾ. ഇനി ഈ കഫപ്രകൃതക്കാരായ ആളുകൾക്ക് അവരുടെ ആ കഫത്തിൻ്റെതായ ടൈം, അല്ലെങ്കിൽ അത് പീക്ക് പോയിന്റ് നിൽക്കുന്ന ഒരു ടൈം എപ്പോഴാണെന്ന് ചോദിച്ചാൽ രാവിലെ 6 മുതൽ 10 മണി വരെയുള്ള സമയങ്ങളായിരിക്കും. പൊതുവേ രാവിലെയൊക്കെ എഴുന്നേൽക്കുന്ന ആളുകളാണെങ്കിൽ തന്നെ, അതിരാവിലെയൊക്കെ എഴുന്നേൽക്കുന്ന ആളുകളാണെങ്കിലും അല്പസമയം കഴിഞ്ഞ് ഇവരൊന്ന് കിടന്നു കഴിഞ്ഞാൽ വീണ്ടും ഒരു 9-10 മണി വരെ കിടന്ന് ഉറങ്ങാനുള്ള ഒരു ടെൻഡൻസി ഉള്ള ആളുകളായിരിക്കും പൊതുവേ ഈ കഫപ്രകൃതക്കാരായ ആളുകൾ. ഇനി ഈ കുട്ടികളിലൊക്കെ ആണെങ്കിൽ സാധാരണ ഒരു 10 വയസ്സ് വരെ കഫപ്രകൃതത്തിൻ്റെ ടൈമായിരിക്കും. അതുകൊണ്ടാണ് കൂടുതലും അവരിൽ ജലദോഷം, കഫക്കെട്ട്, അതുപോലെ ENT സംബന്ധമായ മറ്റ് ബുദ്ധിമുട്ടുകൾ, അലർജിയൊക്കെ കൂടുതലായിട്ട് കുട്ടികളിൽ കണ്ടുവരാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഇനി ഈ കഫപ്രകൃതക്കാരായ ആളുകളിൽ കൂടുതലായിട്ട് കാണാൻ സാധ്യതയുള്ള അസുഖങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാം. പ്രത്യേകിച്ച് ജോയിൻസിലുണ്ടാകുന്ന തേയ്മാനം സർവ്വസാധാരണമായിട്ട് കഫപ്രകൃതക്കാരായ ആളുകളിലാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അതുപോലെ തന്നെ ENT സംബന്ധമായ മറ്റ് ബുദ്ധിമുട്ടുകൾ, അലർജി, തുമ്മൽ, ശ്വാസം മുട്ടൽ, ഇങ്ങനെ തുടങ്ങിയ ബുദ്ധിമുട്ടും കൂടുതലും ഈ കഫപ്രകൃതക്കാരായ ആളുകളിലാണ് കണ്ടുവരുന്നത്. അപ്പോൾ എല്ലാ ആളുകൾക്കും ഈ കഫപ്രകൃതക്കാരായ ആളുകളെക്കുറിച്ചൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ വീണ്ടും ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി കാണാം.